സുജു ടി ബാബുവിലേക്ക് പോയാണ്. സുജു നിൽക്കുന്നത് മഴയില്ലാത്തൊരു സ്ഥലത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. സുജു. വിനീഷ, സനോജ് പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴയെക്കൊട്ടപ്പുറത്ത് മഴയോടൊപ്പം ആഞ്ഞു വീശിയ കാറ്റ് തന്നെയാണ് വില്ലനായി മാറിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ മരം കടംപൊഴുകുകയും പലർക്കും പരുക്കും പറ്റിയിട്ടുണ്ട്. അതിൽ പരുക്ക് പറ്റിയിരിക്കുന്നത് പത്തനംതിട്ട സീതത്തോടിലാണ്. വീടിന് മുകളിലേക്ക് മരം വീടിനെ തുടർന്ന് ഒരു സ്ത്രീക്കും അവരുടെ കുട്ടിക്കുമാണ്, ചെറുമകൾക്കുമാണ് പരുക്ക് പറ്റിയിരിക്കുന്നത്. 1.5 വയസ്സുള്ള അൻവിക അജയും മാതാവ് സോണിയ എന്നിവർക്കാണ് പരുക്ക് സംഭവിച്ചിരിക്കുന്നത്. മരം വീണ് പൊട്ടി ഓടിന്റെ കഷ്ണം വീണാണ് ഈ കുഞ്ഞിന് 1.5 വയസ്സുകാർക്ക് പരിക്കേറ്റിരിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് സാരമുള്ള പരിക്കല്ല, നിസ്സാര പരിക്കാണ് പറ്റിയിരിക്കുന്നത്. മറ്റൊന്ന്, പത്തനംതിട്ട തിരുവല്ലയിൽ നിരണത്തും അതുപോലെ കടപ്പുറയിലുമാണ് വീടുകളുടെ മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട അടൂരിൽ ഏഴംകുളം ഏനാത്ത് തട്ടാരൂപടി ജംഗ്ഷനിലും റോഡരികിൽ നിന്ന മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് ഇലക്ട്രിക് ലൈനിലേക്ക് വീഴുകയും വ്യക്തമാണ്. വ്യാപകമായ നാശനഷ്ടമാണ് പത്തനംതിട്ട ജില്ലയിലും ഉണ്ടായിരിക്കുന്നത്.